ഒരാഴ്ചയായിട്ട് ഈ ആശങ്ക തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചറങ്ങരയിൽ ആദ്യം കണ്ടു, പിന്നെ കൊരട്ടിയിൽ കണ്ടു, പിന്നെ ചാലക്കുടി SH കോളേജിൻ്റെ പരിസര പ്രദേശത്ത് 24-ാം തീയതി കണ്ടു. ഇന്നലെ 2 കേന്ദ്രങ്ങളിൽ ആശങ്ക പറഞ്ഞു. ആദ്യമുള്ള 3 കേന്ദ്രങ്ങളിലും പുലി തന്നെയാണ് എന്ന് CCTVകളിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായിട്ട് MLAയും ജില്ലാ കളക്ടറും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പരിശോധനകളും അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും നൽകി വരുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലം. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത് ചറങ്ങരയിൽ കണ്ട പുലി തന്നെയാണോ ചാലക്കുടിയിൽ കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും സാമ്യങ്ങളുണ്ട് എന്നാണ് ഫോറസ്റ്റ് വകുപ്പ് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ പുഴ കടന്ന് അങ്ങോട്ട് പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വിധത്തിലുള്ളൊരു മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾക്കുള്ള ആശങ്കകൾ കൂടി പരിഹരിക്കുകയും എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സംവിധാനമെന്ന് അറിയുകയും ചെയ്യുന്നത് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആലോചിച്ചത്. പുഴയുടെ 2 സ്ഥലങ്ങളിലും നല്ലതുപോലെ സ്ഥലം മനുഷ്യർക്ക് നേരിട്ട് പരിശോധിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആലോചിച്ചത് നിലമ്പൂരിൽ നിന്ന് ഒരു രാത്രി ഉൾപ്പെടെ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തെർമൽ ഡ്രോൺ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രി തന്നെ അവിടെ സ്ഥാപിച്ച ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തും. നാളെ കണ്ണൂരിൽ നിന്ന് കൂടി ഒരു തെർമൽ ഡ്രോൺ കൂടി കൊണ്ടുവന്ന് 2 ഡ്രോണുകൾ രാത്രിയും വനമേഖലയ്ക്കകത്ത് വളരെ സൂക്ഷ്മതലത്തിൽ പോയി പരിശോധിക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഒരു കാര്യം ആലോചിച്ചത്. ഈ 2 അവിടെ കൂടുകൾ സ്ഥാപിച്ച് കുറച്ചുകൂടി കൂടുതൽ എണ്ണം കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് പുതിയ കേന്ദ്രങ്ങളിൽ കൂടി പുലിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം. 3 തിങ്കളാഴ്ച കൂടുതൽ ആളുകളെ കൂടി സമാഹരിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും തെരച്ചിലിന് വിധേയമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളൊരു ജനകീയ തെരച്ചിൽ 4-5 സ്ക്വാഡുകളായി തിരിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ നാളെ ഫോറസ്റ്റ് വകുപ്പ് തയ്യാറാക്കി കളക്ടർക്ക് കൈമാറും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ RRTമാരെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി സംവിധാനങ്ങളോടുകൂടി തിങ്കളാഴ്ച ഒരു നല്ല അടിസ്ഥാനപരമായി നടത്താൻ കഴിയുന്നൊരു നല്ല തെരച്ചിൽ കൂടി നടത്തണം എന്നാണ് പൊതുവായിട്ടിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്ന് മുതൽ നേരത്തെ നടക്കുന്നുണ്ടെങ്കിലും പോലീസും ഫോറസ്റ്റും ചേർന്ന് സംയുക്തമായിട്ടുള്ള നൈറ്റ് പട്രോളിംഗ് ഈ പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. ആളുകൾ വിഷയം കേൾക്കുമ്പോഴേക്കും അനാവശ്യമായ പാനിക്കായി വല്ലാതെ ഇറങ്ങി ഓടി രംഗപ്രവേശം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും നല്ല നിരീക്ഷണമുണ്ട്. അവിടെ കൺട്രോൾ റൂം നമ്പറുണ്ട്, 2 വാഹനങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലും അങ്ങനെ പുലിയുടെ സാന്നിധ്യം കാണുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പൊതുവെ ഫോറസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെലിഫോൺ നമ്പറുണ്ട്. ആ നമ്പർ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും നൽകും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ ഏത് മിനിറ്റിലും എത്താൻ കഴിയുന്ന വിധത്തിൽ സജ്ജമായി സൗകര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിലാണ് കാര്യങ്ങൾ നോക്കുന്നത്. എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ ദിവസവും കളക്ടർ തന്നെ തുടർച്ചയായിട്ട് ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തി. സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും കൂടി ഫോറസ്റ്റ് വകുപ്പും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രീയമായി ഈ കാര്യത്തിൽ ഇടപെടുന്നവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പൊതുവായിട്ട് പറഞ്ഞത്. ഈ പുലി വന്നതിന് ശേഷം പുലിക്ക് പിന്നാലെ പോയി കൂട് വെക്കുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വനംവകുപ്പ് അനുവർത്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്നും അങ്ങനെ തന്നെ അല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ പുലി കണ്ട ഇടങ്ങളിലാണ് നേരത്തെ കൂട് സ്ഥാപിക്കുന്നത്. 2 അവസരത്തിലും കൂട് സ്ഥാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം കണ്ടുകൊണ്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് മൂവ് ചെയ്യുന്നത് പോലെ വേണം കരുതാനായി. അപ്പോൾ കാണാത്തതും വരാൻ സാധ്യതയും ഉള്ളതുമായ അവരുടെ 3 സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തതിൻ്റെ ഒരു പൊതു ഹിസ്റ്ററി നോക്കി ഇതുവരെ കാണാത്തതും എന്നാൽ വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുകൾ പുതിയതായി സ്ഥാപിക്കുക എന്ന ആശയമാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി, ഈ തീർത്തും ജനവാസ മേഖലയിലാണ് ഈ പുലി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പര്യടനം നടത്തുന്നത്. സ്വാഭാവികമായും ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ആവർത്തിച്ച് കാണുമ്പോൾ മയക്കുവെടിവെച്ച് പിടിച്ച് കാട്ടിൽ കൊണ്ടുവിടുന്ന അതിനുള്ള സാധ്യതകൾ തേടുന്നുണ്ടോ? ഉറപ്പായിട്ടും. ഇത് മാത്രമല്ല, ഈ പുലി ഏത് മേഖലയിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നാളെയുമായിട്ടുള്ള ഈ തെർമൽ ഡ്രോണിൻ്റെ സമീപനം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൊതുസ്ഥിതിയിലേക്ക് വരാനാകും എന്നാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ അറിയുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ്
ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കൂടി ഇക്കാര്യത്തിൽ പരിചയസമ്പന്നമായ ആളുകളുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഫോറസ്റ്റ് വകുപ്പ് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൈമാറുക. അതനുസരിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ ജില്ലാ കളക്ടർ കൈക്കൊള്ളും. അതിൽ ഏതറ്റം വരെ പോകുന്ന നടപടികൾ എടുക്കാമോ അതിന് പൂർണ്ണമായിട്ടുള്ള അനുവാദവും പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA യും കളക്ടറും കൂടി ഈ കാര്യങ്ങൾ തുടർച്ചയായിട്ട് പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളുടെ കുറവുണ്ടെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും പരിഹരിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. താങ്ക് യു.